നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലത്ത് ലീഗ് പ്രവർത്തകർ രാഷ്ട്രീയ എതിരാളികളെ വോട്ട് ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതായി പരാതി. ഒറ്റപ്പാലം നഗരസഭയിലെ സ്ഥിര താമസക്കാരെ വോട്ട് ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്യാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ ശ്രമിക്കുന്നുവെന്ന് CPM നേതാക്കളുടെ ആരോപണം. രാഷ്ട്രീയ എതിരാളികളെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ലീഗ് ചെയ്തു വരുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും CPM ഈസ്റ്റ് ഒറ്റപ്പാലം ബ്രാഞ്ച് സെക്രട്ടറി അർഷിദ് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വോട്ട് നീക്കം ചെയ്യാനായിട്ട് ഇത് 4ാമത്തെ തവണയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി ആക്ഷേപം കൊടുക്കുന്നത്. ഓരോ തവണയും നമ്മുടെ മറ്റുള്ള തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഓരോ തവണ ഹിയറിംഗിന് ഹാജരാകുന്നത്. ഓരോ എൻ്റെയും എൻ്റെ അനിയന്റെയും വോട്ട് നീക്കം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം 4ാമത്തെ തവണയാണ് ഈ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. നമ്മളത് വീണ്ടും ഹിയറിംഗിന് ഹാജരായി നമ്മുടെ രേഖ മുഴുവൻ ഹാജരാക്കി അതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് അവർക്ക് നമ്മൾ നിലവിലെ വാർഡ് സ്ഥിര താമസക്കാരാണ് കണ്ണ് ബോധ്യപ്പെട്ടിട്ട് പോയിട്ടുള്ളതാണ്. വീണ്ടും ഇന്ന് ഉൾപ്പെടെ ഞാൻ എൻ്റെ മുൻപ് ഹാജരാക്കിയിട്ടുള്ള അതേ രേഖ ഹാജരാക്കിയിട്ട് വീണ്ടും എൻ്റെ വോട്ട് ഇന്ന് വീണ്ടും പട്ടികയിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ സ്ഥിരം പരിപാടിയാണ്. രാഷ്ട്രീയ എതിരാളികളെ ഏത് രൂപത്തിലാണെങ്കിലും തകർക്കുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയാണ്. തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളുടെയും വോട്ട് പട്ടികയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് അതിന് നേരെ എതിരായിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയക്ക് എതിരായിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ വോട്ട് വ്യാജ സത്യവാങ്മൂലം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നീക്കം ചെയ്യാനാണ് ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPM പ്രവർത്തകരെ തിരഞ്ഞെടുത്ത് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രവണതയാണ് ലീഗ് കാണിക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധമുണ്ടെന്നും ലോക്കൽ കമ്മിറ്റി അംഗം ബോധ്യപ്പെട്ട് നീ ഹിയറിംഗിന് വരാൻ വേണ്ടി പറഞ്ഞു. ഹിയറിംഗിന് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ 10-60ഓളം ആളുകൾ ഇന്ന് ഹിയറിംഗിന് വന്നതിന് ശേഷം അവരെ ഉദ്യോഗസ്ഥൻ അവരെ മുമ്പിൽ ഇത് ഹാജരാക്കി എല്ലാ രേഖകളും ഹാജരാക്കി കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും അവർ പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇവർ സ്ഥിരതാമസമാണ് വീണ്ടും എഴുതി കൊടുത്തിരിക്കുന്നു. ഇതൊരു ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനമാണോ? നമ്മൾ ജനാധിപത്യത്തിൽ നമ്മൾ എതിരാളിയുള്ള പാർട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഒരു എതിരാളി എന്ന രീതിയിൽ അവരൊക്കെ വോട്ട് വെട്ടിക്കളയാന്ന് പറയുന്നത് ഒരു ശരിയാണോ? അത് ശരിയല്ലല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഈ ലീഗിൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഇവർ കൊടുത്തിടുമ്പോൾ വലിയ 27 അല്ല 11 മാത്രമല്ല, അവർ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. 9 കൊടുത്തിട്ടുണ്ട്, അതുപോലെ 10 കൊടുത്തിട്ടുണ്ട്, 27 കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവർ വോട്ട് നോക്കാണ്ട് കൊടുത്തിരിക്കണം, വെട്ടാൻ വേണ്ടി കൊടുത്തിരിക്കണം. അത് നമുക്കൊരു പ്രതിഷേധമുണ്ട്. ഈ ഒരു രീതിയല്ല അത്. ആ രീതി അവസാനിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ ഓഫീസർക്കും കലക്ടർക്കും ഞങ്ങൾ പരാതി ഞാൻ കൊടുക്കാൻ വേണ്ടി പോകണം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ വോട്ടുമായി ബന്ധപ്പെട്ട ആളുകൾ പരാതി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകണം.